കഴിഞ്ഞ ദിവസം അന്തരിച്ച മുതിർന്ന മാധ്യമപ്രവർത്തകനും ഫോട്ടോഗ്രാഫറുമായിരുന്ന സാജു ഭാസ്കറിന്റെ ഓർമ്മകൾ പങ്കുവച്ച് മാന്നാർ മീഡിയ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സാജു ഭാസ്കർ അനുസ്മരണ സമ്മേളനം നടന്നു. മന്ത്രി സജി ചെറിയാൻ സാജു ഭാസ്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കഴിഞ്ഞ ദിവസം അന്തരിച്ച മുതിർന്ന മാധ്യമപ്രവർത്തകനും ഫോട്ടോഗ്രാഫറുമായിരുന്ന സാജു ഭാസ്കറിന്റെ ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് മാന്നാർ മീഡിയ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സാജു ഭാസ്കർ അനുസ്മരണ സമ്മേളനം നടത്തി. മാന്നാർ വ്യാപാര ഭവനിൽ നടന്ന സമ്മേളനത്തിൽ മന്ത്രി സജി ചെറിയാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. മാധ്യമപ്രവർത്തകൻ ഡൊമിനിക് ജോസഫ് അധ്യക്ഷത വഹിച്ചു. ബഷീർ പാലക്കീടിൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി വി രത്നകുമാരി, പുഷ്പലത മധു, PSC അംഗം C ജയചന്ദ്രൻ, BK പ്രസാദ്, അനിൽ S അമ്പിളി, സ്വാമി ഗീതാനന്ദൻ, ചലച്ചിത്ര സംവിധായകൻ B പത്മകുമാർ, മാന്നാർ അബ്ദുൽ ലത്തീഫ്, ജേക്കബ് തോമസ് അരികുപുറം, PN ശെൽവരാജൻ, സതീഷ് കൃഷ്ണൻ, ഷിബുരാജൻ, G ഹരികുമാർ, അനിൽ P ശ്രീരംഗം, റഷീദ് പടിപ്പുരയ്ക്കൽ, പ്രൊഫസർ PD ശശിധരൻ, നിരണൻ രാജൻ, ഡോക്ടർ S സുരേഷ്, MK മിർസാദ്, ഡോക്ടർ പ്രകാശ് കൈമൾ, കലാധരൻ കൈലാസം, KA കരീം, G ഗണേഷ്, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, ജനപ്രതിനിധികൾ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ സംസാരിച്ചു. മാന്നാർ മീഡിയ സെന്റർ സെക്രട്ടറി അൻഷാദ് മാന്നാർ കൃതജ്ഞത പറഞ്ഞു. സാജു ഭാസ്കറിന്റെ ക്യാമറ കണ്ണുകളിൽ പിറന്ന മികച്ച ഫോട്ടോകളുടെയും മാന്നാറുമായി ബന്ധപ്പെട്ട വാർത്തകളുടെയും പ്രദർശനം ഇതോടൊപ്പം സംഘടിപ്പിച്ചു. മാധ്യമപ്രവർത്തകരായ ഇക്ബാൽ അർച്ചന, K സുരേഷ് കുമാർ, ജെയിംസ് ചക്കാലയിൽ, ഫൈസൽ മാന്നാർ, PMA ലത്തീഫ്, സനൽ കുമാരപണിക്കർ, നിബു മല്ലപ്പള്ളി, ഷാജി എന്നിവർ നേതൃത്വം നൽകി. രാഷ്ട്രീയ പ്രാധാന്യം വഹിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് കോൺഗ്രസിൻ്റെ ഒരു പ്രധാന പ്രവർത്തകനും നേതാവുമായിരുന്നെന്ന് ഇപ്പോൾ അബ്ദുൽ ലത്തീഫ് പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലായി. ഞാൻ ചോദിച്ചിട്ടേ ഇല്ല. ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് പോയി. സ്റ്റുഡിയോയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. വളരെ സൗമ്യതയോടെ സ്നേഹത്തോടെ എന്നെ സ്വീകരിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ പിന്തുണ അഭ്യർത്ഥിച്ചു. സന്തോഷമായിട്ട് പിരിഞ്ഞു. ഇത് 7ാമത്തെ വർഷമാണ്. ഒരു നെഗറ്റീവ് വാർത്ത, സാധാരണ MLA-മാരെ പറ്റിയൊക്കെ എന്തൊരു എഴുതാതിരിക്കാൻ പറ്റില്ല. കാരണം ആളുകളുടെ പോസിറ്റീവ് ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല, അത് കേൾക്കാനും താല്പര്യമില്ല. എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. അത് മനുഷ്യൻ്റെ ഒരു മാനസികാവസ്ഥയാണ്. ഒരുത്തൻ്റെ നന്മയെക്കുറിച്ചൊന്നും അധികം ശ്രദ്ധിക്കുക. ഒരുത്തിന് ഒരു തിന്മയുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് നമ്മൾ പ്രാധാന്യം കൊടുക്കും. അവനിങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ കൊള്ളാം, അവനൊരു പണി കിട്ടിയല്ലേ എന്നൊരു തോന്നൽ വരും. അവന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫസ്റ്റ് റാങ്ക് വാങ്ങി ജയിച്ചു എന്ന് പറഞ്ഞാൽ അതിന് വലിയ കാര്യം ഉണ്ടാകത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നെഗറ്റീവ് അപ്രോച്ച് ആയിരിക്കും മീഡിയാസിന് എപ്പോഴും ഉണ്ടാകും. എപ്പോഴും അങ്ങനെ ആയിരിക്കും. സാധാരണ അങ്ങനെ എഴുതിയ വായനക്കാർക്കൊരു രുചി ഉണ്ടാകത്തില്ല. എല്ലാ മീഡിയകളും അങ്ങനെയാണ് സാധാരണ ചർച്ചകൾ നടത്തുന്നത്, സാധാരണ പത്രങ്ങൾ എഴുതുന്നത്, സാധാരണ കാര്യങ്ങൾ നടത്തുന്നു. പക്ഷേ ഈ 7 വർഷത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വിമർശനാത്മകമായി അല്ല ചൂണ്ടിക്കാണിക്കുന്നത്, എന്നാൽ നടക്കേണ്ടതാണ് എന്ന ഭാവത്തിൽ ചൂണ്ടിക്കാണിക്കും. CD നെറ്റ് ന്യൂസ്, മാന്നാർ.